ബി.ജെ.പിയുടെ പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പിക്ക് ഭരണം പിടിച്ചു കൊടുക്കാൻ സാധിക്കുമോ എന്നതാണ്. രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വച്ചിരിക്കുന്ന ഒരു വലിയ വാഗ്ദാനം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇക്കുറി ബി.ജെ.പി ഭരണം പിടിച്ചിരിക്കുമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത്തരത്തിൽ ബി.ജെ.പിക്ക് ഭരണം പിടിക്കാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടോ? ഇല്ല എന്ന് 100% പറയാം. രാജീവ് ചന്ദ്രശേഖർ ആ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ബി.ജെ.പിയുടെ നേതാക്കന്മാർ രാജീവ് ചന്ദ്രശേഖറിനെ പറഞ്ഞു വച്ചിരിക്കുന്നതുമൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 70ഓളം നഗരസഭാ വാർഡുകളിൽ മുന്നേറ്റമുണ്ടാക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അത് വളരെ ഈസിയായി കോർപ്പറേഷൻ ഭരണം പിടിക്കുന്നതിനുള്ള ഒരു ഘടകമായി മാറും എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെയും ഇപ്പോൾ കുമ്മനം മത്സരിച്ചപ്പോഴും രാജഗോപാൽ മത്സരിച്ചപ്പോഴും ഒക്കെ നഗരസഭാ വാർഡുകളിലെ മേധാവിത്വം ബി.ജെ.പിക്കായിരുന്നു. അവിടെ കോൺഗ്രസ് ബി.ജെ.പി പോരാട്ടമാണ് ലോക്സഭയിൽ നടക്കുന്നത്. പക്ഷേ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് CPM-ഉം ബി.ജെ.പിയും തമ്മിലുള്ള പോരാട്ടമാകുന്നു, ഇടതുപക്ഷവും NDA-യും തമ്മിലുള്ള പോരാട്ടമാകുന്നു. കോൺഗ്രസും UDF-ഉം അവിടെ ഏറെക്കുറെ അപ്രസക്തമാണ്. ഈ വരുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് അപ്രസക്തം തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തെങ്കിലും ഇപ്പോൾ നിലവിലുള്ള 9-ൽ നിന്ന് എന്തെങ്കിലും 1-2 സീറ്റുകൾ നേടാനായാൽ അത് മഹാഭാഗ്യം എന്ന് വിശേഷിപ്പിക്കാം. പക്ഷേ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിക്ക് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി 35 സീറ്റുകളാണ്. ഇക്കുറിയും ബി.ജെ.പിക്ക് അവിടെ നിന്ന് അധികമൊന്നും മേലോട്ട് പോകാൻ സാധിക്കില്ല. എത്ര പ്രചണ്ഡ പ്രചരണം അഴിച്ചു വിട്ടാലും എന്തുമാത്രം കാശൊഴുക്കിയാലും പരമാവധി ബി.ജെ.പിക്ക് 40 സീറ്റിലെത്തി നിൽക്കാനേ സാധിക്കും. തിരുവനന്തപുരത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ പൾസ് പരിശോധിക്കുമ്പോൾ, കോർപ്പറേഷൻ വാർഡുകളുടെ ഒരു സ്ഥിതി പരിശോധിക്കുമ്പോൾ, അതിൽ വനിതാ വാർഡുകൾ പുരുഷ വാർഡുകളായി മാറുന്ന സാഹചര്യം പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ ഘട്ടത്തിൽ, അതായത് നറുക്കെടുപ്പ് പൂർണ്ണമായി ആയിട്ടില്ല, 101 വാർഡുകളിലേക്ക് കോർപ്പറേഷൻ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ ചില വാർഡുകളുടെ സ്ട്രക്ചറുകളിൽ മാറ്റം വരുന്നു. പക്ഷേ നിലവിലെ 100 സീറ്റുകൾ അതിൽ ഉണ്ടായേക്കാവുന്ന ആ വനിതാ പുരുഷ മാറ്റം കൂടി പരിഗണിക്കുമ്പോൾ ബി.ജെ.പിക്ക് അനുകൂലമല്ല. ഈ പറയുന്നത് പോലെ 50-നപ്പുറത്തേക്ക് കടന്ന് ഭരണം പിടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ല തന്നെ. 40 സീറ്റുകൾ വരെ പരമാവധി നേടാനാകും. അവിടെയും കോൺഗ്രസ് കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ 1 സീറ്റോ 2 സീറ്റോ അധികം നേടാൻ സാധിച്ചാൽ അത് ബി.ജെ.പിയെ ബാധിക്കും. ബി.ജെ.പിയുടെ ഗ്രാഫ് താഴേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. നഗരമേഖലയിൽ പല സ്വാധീനമുള്ള വാർഡുകളിലും കഴിഞ്ഞ തവണ കോൺഗ്രസ് വളരെ പിന്നോക്കം പോയിരുന്നു. അത് ഒരു സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ കോൺഗ്രസ് നടത്തുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അത് ബി.ജെ.പിക്ക് വലിയ ദോഷം ചെയ്യും. ബി.ജെ.പിയിലേക്ക് ഒഴുകിയിരുന്ന ആ വോട്ടുകളെ കോൺഗ്രസിലേക്ക് തിരികെ കൊണ്ടുവന്നാൽ അത് LDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് കാരണമാകും. നമ്മൾ നേരത്തെ പറഞ്ഞ 40ലേക്ക് പോലും എത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. എത്ര തലയും കുത്തി നിന്നാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ തിരുവനന്തപുരം നഗരത്തിലെ കോർപ്പറേഷൻ വാർഡുകളിൽ ബി.ജെ.പിക്ക് 40-നപ്പുറം ജയിക്കാനാകില്ല. കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ നേടാൻ പര്യാപ്തമായ നിലയിൽ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചാൽ കഴിഞ്ഞ തവണത്തെ 35-ൽ നിന്ന് താഴേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ സേഫ് സോണിൽ തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഈ വാർഡുകളിൽ ഉണ്ടാകുന്ന മാറ്റം അവരെ സംബന്ധിച്ച് ഗുണകരമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കുറേ കൂടി ജനകീയരായിട്ടുള്ള ആളുകളെ, വനിതകളെ ആയാലും പുരുഷന്മാരെ ആയാലും ഈ വാർഡുകളിൽ ഉണ്ടാകുന്ന മാറ്റത്തിലൂടെ അവതരിപ്പിക്കാൻ സാധിക്കും. സ്വാഭാവികമായി ഈ വാർഡ് വിഭജനത്തിൻ്റെ ഗുണഫലവും ഇടതുപക്ഷത്തിന് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഒരു CPM ബി.ജെ.പി പോരാട്ടം നടക്കുന്ന ഇടത്ത് അത്ര എളുപ്പത്തിൽ ബി.ജെ.പിക്ക് ജയിച്ചു കയറാൻ സാധിക്കുന്ന സവിശേഷ സാഹചര്യമൊന്നും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ ഘട്ടം വരെയും ഉരുത്തിരിഞ്ഞിട്ടില്ല തന്നെ. He must know, he is the minister, he must know the facts before he makes a statement. Allow me, don't interrupt now. I'll come to vote against you, not to worry. And I listen to you. You said that there are trusts. Yes, there are trusts, but you know, under the Code of Civil Procedure, when there is a trust, the property belongs to the trust. But there's a difference between Awqaf and trust. Awqaf, the land once donated, belongs to God. Please round up. It doesn't belong to the trust. Kapilji, round up now. Sir, it belongs to God. You cannot sell it ever. A trust can sell property. Waqf property cannot be sold. And Waqf property can be donated for religious purposes. It can be donated for shelter homes. It can be... समझ लीजिए कि मेरे पास कुछ संपत्ति है, मेरी प्रॉपर्टी है. मैं हिंदू हूँ या मुसलमान हूँ या ईसाई हूँ या सिख हूँ, मैं उसको चैरिटी में देना चाहता हूँ. तो कौन उसको रोक सकता है? कोई नहीं रोक सकता. और इतिहास में
तो ये बात आपके सामने रखना चाहता हूं कि देयर वाज अ राइट ऑफ नॉन मुस्लिम्स ऑल्सो टू मेक अ वक्फ। और 1954 में और 1995 में जो प्रावधान लाया गया उसमें यह लिखा गया कि केवल मुसलमानों को वक्फ बना सकते हैं, कोई और नहीं बना सकता, प्रॉपर्टी नहीं दे सकता। और 2013 में जो संशोधन लाया गया, ये जो रोक थी वह खत्म हो गई। अब ये जो 2024 का अभी कानून बना है उसमें वापस ये कहा गया कि केवल मुसलमान ही वक्फ दे सकते हैं। वो तो अलग बात है, मैं केवल छोटी सी बात रखना चाहता हूं। मैं एज फार एज द 17th century, and I'll give you a judgment of the Madras High Court, which observed that it is common for the Hindu zamindars to have Muslims in their territories to make Muslim endowments. Similarly, in Arur Singh versus Badr Deen, Lahore High Court upheld the right of a Hindu to make waqf of his property for a Muslim graveyard. After independence, Nagpur High Court upheld the right of a non-Muslim to create waqf. और हमारे प्रधानमंत्री जी, इनकी मैं बड़ी इज्जत करता हूं, हमेशा कहते हैं वन नेशन वन लॉ। तो अगर वन नेशन वन लॉ होना है तो बताइए भाई साहब कि ये केवल कहना कि मुसलमान ही वक्फ दे सकते हैं, ये किस किस्म का लॉ है? ये किस किस्म का लॉ है? और ये भी कहना कि मुसलमान को पहले 5 साल मुसलमान बने फिर तय करना होगा कि तुम वक्फ दे सकते हो कि नहीं। अरे भाई, प्रॉपर्टी मेरी, मालकियत मेरी, चैरिटी में मैं देना चाहता हूं, आप कौन होते हो कहने को नहीं दे सकते? ये कौन सा कानून है? ये छोटी सी बात है, ये कौन सा कानून है? मैं हिंदू हूं, हिंदू होकर भी मैं दे सकता हूं। ये तो मेरी मर्जी है ना, प्रॉपर्टी तो मेरी है, आपका तो कोई हक नहीं। तो पहली बात तो ये कि ये आपने प्रावधान रखा क्यों? अगर आप वन नेशन वन लॉ की बात करते हो कि सारे धर्मों पे लागू करो, कोई भी दे सकता है। पहली बात है। दूसरी बात एक नड्डा साहब ने बड़ी अच्छी कही कि देखिए ये कितनी एकर्स प्रॉपर्टी औकाफ की है, वक्फ की है। मैं उनको बताना चाहता हूं कि देयर आर 32 वक्फ बोर्ड्स in this country in different states merely supervise administration of waqf properties in their respective states. But please note kar lijiye Nada ji, total area of Hindu religious institutions in Tamil Nadu, Andhra Pradesh and Telangana respectively is 4,47,000 in Tamil Nadu, 4,65,000 in Andhra, 87,000 in Telangana, 723 acres with Tirumala Tirupati Devasthanam, and thus it comes to 10 lakh acres only in 4 states.